നമസ്തേ. ഇന്ന് നമ്മൾ പ്രവീൺ പൂർവാർദിലെ ആദ്യത്തെ പേപ്പറിലുള്ള സ്കന്ദഗുപ്ത എന്നുള്ള നാടകത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. സ്കന്ദഗുപ്ത എന്നുള്ള നാടകം എഴുതിയിരിക്കുന്നത് ശ്രീ ജയശങ്കർ പ്രസാദ്ജിയാണ്. അതിൽ സ്കന്ദഗുപ്ത എന്നുള്ള നാടകത്തിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ കഥാപാത്രങ്ങൾ പുരുഷ കഥാപാത്രങ്ങളാണ്. സ്കന്ദഗുപ്ത് യുവരാജാവാണ്. കുമാരഗുപ്ത് മഗധത്തിലെ ചക്രവർത്തിയാണ്. ഗോവിന്ദഗുപ്ത് കുമാരഗുപ്തൻ്റെ സഹോദരൻ. പർണദത്ത് മഗധത്തിലെ മഹാനായകൻ. ചക്രപാലിത് പർണദത്തിൻ്റെ മകൻ. ബന്ധുവർമ്മ മാളവത്തിലെ രാജാവ്. ഭീംവർമ്മ ബന്ധുവർമ്മയുടെ സഹോദരൻ. മാതൃഗുപ്ത് കാവ്യകർത്ത കാളിദാസ് രചിച്ചിരിക്കുന്നതാണ്. പ്രപഞ്ചബുദ്ധി ബൗദ്ധ കാബാലിക്. ശർവനാഗ് അന്തർവേദ്ക വിഷയ്പതി അവിടുത്തെ ഗവർണറായിട്ട് വരുന്നതാണ്. കുമാർദാസ് സിംഹളത്തിലെ രാജകുമാരൻ. പുരഗുപ്ത് കുമാരഗുപ്തൻ്റെ ചെറിയ മകൻ. ഭട്ടാർക്ക് നവീൻ മഹാബലാധികൃത് വളരെയധികം കഴിവുള്ള വ്യക്തി. പൃഥ്വിസേൻ മന്ത്രി. കുമാരമാത്യ കിങ്കിൾ ഹൂൺ ആക്രമണകാരി. മൃദുഗൽ വിദൂഷക്. പ്രഖ്യാത് കീർത്തി ലങ്ക രാജ് കാശ്രമൺ. മഹാബോധവിഹാർ രതി. മഹാപ്രതിഹാർ മഹാദണ്ഡനായക്. നന്ദിഗ്രാം കാ ദണ്ഡനായക്. പ്രഹരി സൈനിക്. ഇത്രയും ആൾക്കാരാണ് പുരുഷ കഥാപാത്രത്തിൽ ഉള്ളത്. ഇനി സ്കന്ദഗുപ്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങളാണ്. സ്ത്രീ കഥാപാത്രങ്ങൾ ദേവകി കുമാരഗുപ്തൻ്റെ മൂത്ത സഹോദരി, സ്കന്ദഗുപ്തൻ്റെ അമ്മ. ആനന്ദദേവി കുമാരഗുപ്തൻ്റെ ചെറിയ റാണി, പുരഗുപ്തൻ്റെ അമ്മ. ജയമാല ബന്ധുവർമ്മയുടെ ഭാര്യ, മാളവത്തിലെ മഹാറാണി. ദേവസേന ബന്ധുവർമ്മയുടെ സഹോദരി. വിജയ മാളവത്തിലെ ധൻകുംബേറിൻ്റെ മകൾ. കമല ഭട്ടാർക്കിൻ്റെ മകളാണ്. രാമ ശർവനാഗിൻ്റെ ഭാര്യയാണ്. മാലിനി മാതൃഗുപ്തയ്ക്ക് പ്രണയിനി സഖിയാണ്. ദാസി. ഇതാണ് ഇതിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വരുന്നത്. അടുത്തത് നാടകകാരനെ കുറിച്ചുള്ള പരിചയമാണ്. നാടകക്കാർക്ക പരിചയ് എഴുതിയിരിക്കുന്നത് ശ്രീ ജയശങ്കർ പ്രസാദ്. അദ്ദേഹം ജനിച്ചത് 1890. ജനിച്ച സ്ഥലം വാരണാസി. മരണം 1937. ശ്രീ ജയശങ്കർ പ്രസാദ്ജിയുടെ ജീവനിയാണ്. बाल्यकाल से ही पैतृक व्यवसाय संभालते हुए इन्होंने रुचि के साथ समुचित ज्ञान प्राप्त किया. കുട്ടിക്കാലം മുതൽ പാരമ്പര്യമായിട്ടുള്ള വ്യവസായം നോക്കുകയും അതെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. അതോടൊപ്പം വളരെയധികം അറിവും നേടിയിരുന്നു. സാഹിത്യ തഥാ വ്യവസായ ദോനോമേ യേ സഫൽ രഹേ. സാഹിത്യത്തിലും തൻ്റെ വ്യവസായത്തിലും വളരെയധികം വിജയിക്കാനായി കഴിയുകയും ചെയ്തു. സാഹിത്യ പരിചയ് ശ്രീ ജയശങ്കർ പ്രസാദ് കലാ കെ പുജാരി ദേ. ജയശങ്കർ പ്രസാദ് കലയെ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു. വേ കവി ഹി നഹീം ബൽക്കി കഹാനിക്കാർ ഉപന്യാസ്കാർ ബി ദേ. അദ്ദേഹം ഒരു കവി മാത്രമല്ല, ഒരു കഥാകാരനും നോവലിസ്റ്റും കൂടിയായിരുന്നു. ഇൻകി രചനായും ഭാവപ്രധാൻ. അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം തന്നെ ഭാവം നിറഞ്ഞതാണ്. ഇൻകെ അധികാംശ നാടക ഐതിഹാസിക്. അദ്ദേഹം എഴുതിയിരിക്കുന്ന വളരെയധികം നാടകങ്ങളും ചരിത്രപരമായിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ രചനകളാണ് ആൻസു ജർണ ലഹർ മുതലായവ. മഹാകാവ്യം കാമായനി, നാടക്, ചന്ദ്രഗുപ്ത്, സ്കന്ദഗുപ്ത്, അജാതശത്രു തുടങ്ങിയവ. ഉപന്യാസ്, നോവൽ, തിത്തലി, കങ്കൾ, ഇരാവതി. കഹാനി സംഗ്രഹ, കഥകൾ, ഛായ, ആകാശ്ദീപ്, ഇന്ദ്രജാൽ, ആന്തി. ഇതെല്ലാമാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ. സ്കന്ദഗുപ്തയ്ക്ക് കഥാവസ്തു. സ്കന്ദഗുപ്തൻ്റെ കഥാവസ്തു. നാടക ആരംഭ അപ്നെ കർത്തവ്യ ഭാവന സെ വിമുക്ത സ്കന്ദഗുപ്ത കാ പരിചയ് പ്രസാദ് ദേത്തെ ഹെ. നാടകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ തൻ്റെ കർത്തവ്യഭാവനയിൽ വിമുക്തനായിരിക്കുന്ന സ്കന്ദഗുപ്തനെ കുറിച്ചാണ് പ്രസാദ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. രാജകുമാർ और राज्य के उत्तराधिकारी का കർത്തവ്യഭാർ സ്കന്ദഗുപ്ത നഹി അപ്നാത്ത. രാജകുമാരൻ്റെയോ രാജ്യത്തിൻ്റെ ഉത്തരാധികാരിയുടെ കാര്യഭാരം സ്കന്ദഗുപ്തൻ ഒരിക്കലും സ്വീകരിക്കുന്നില്ല. गृह कलह तथा विदेशियों के आक्रमण से स्कंदगुप्त के मन में राज्य के प्रति उदासीनता സ്ഥാൻ പാത്തി ഹെ. ഗൃഹകലഹങ്ങളും വിദേശികളുടെ ആക്രമണത്തിൽ ഉള്ള സ്കന്ദഗുപ്തൻ്റെ മനസ്സിൽ രാജ്യത്തെക്കുറിച്ച് ഉദാസീനതയാണ് ഉണ്ടായിരുന്നത്. പർണദത്ത് ഗുപ്തരാജ്യ സേനാപതി ഹെ. പർണദത്ത് ഗുപ്തരാജ്യത്തിൻ്റെ സേനാപതിയായിരുന്നു. വ മഹാവീർ ഹെ. വളരെ വലിയ വീരനായിരുന്നു. ദേശ് കി രക്ഷാക്കോ അപ്ന ധർമ്മ മാന്യവാല മഹാൻ വ്യക്തി ഹെ. ദേശത്തിൻ്റെ രക്ഷയെ തൻ്റെ ധർമ്മമായി അംഗീകരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം.
स्कंदगुप्त के अपने कर्तव्य के प्रति उदासीनता देखकर वह बहुत चिंतित होता. സ്കന്ദഗുപ്തൻ തൻ്റെ കർത്തവ്യത്തെക്കുറിച്ച് ഉദാസീനത പ്രകടിപ്പിക്കുന്നത് കണ്ട് വളരെയധികം വിഷമിച്ചു പോകുന്നു. ദേശ് കോ ഭവിഷ്യ കോ ലേക്കർ ബഹുത് ഹി ചിന്തിത് രഹത്ത. ദേശത്തിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെയധികം ചിന്താധീനനാകുന്നു. इस समय में स्कंदगुप्त उससे प्रश्न करता है कि आप जैसे लोगों के रहते हुए सब विचारों का भार सहने और अधिकार का उपयोग करने की आवश्यकता मुझे क्यों है. ഇതിൽ അദ്ദേഹം ചോദിക്കുകയാണ്, ഈ സമയത്ത് സ്കന്ദഗുപ്തൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, താങ്കളെപ്പോലെയുള്ള ജനങ്ങളിൽ ചിന്തകളുടെ ഭാരം സഹിക്കുകയും അധികാരത്തിൻ്റെ ഉപയോഗം ചെയ്യുന്നതിൻ്റെ ആവശ്യം എനിക്ക് എന്തിനാണ്. इसके उत्तर में पर्णगुप्त कहता है कि राज्य का भार इसलिए लिया जाता है कि प्रजा की रक्षा हो. ഇതിനു വേണ്ടിയാണ് ഈ രാജ്യത്തിൻ്റെ ഭാരം ഏൽപ്പിക്കുന്നത്, പ്രജകളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി. ദേശമേം ശാന്തി രഹേ, ദേശത്തിൽ എന്നും സമാധാനം ഉണ്ടാകണം. സ്കന്ദഗുപ്ത നാടകി ഖൽ നായിക ഹെ അനന്ത് ദേവി. സ്കന്ദഗുപ്ത നാടകത്തിലെ നായികയാണ് അനന്ത് ദേവി. ഉസ്കി കുടിലത സെ ഹി നാടകെ ജ്യാദാതർ പാത്ര കഷ്ടഭോക്തേ ഹെ. അവരുടെ ആ കുടിലമായ ബുദ്ധി കൊണ്ട് മാത്രം ഈ നാടകത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ കഷ്ടം അനുഭവിക്കുന്നു. ആനന്ദദേവി ചോട്ടി റാണി. ആനന്ദദേവി ചെറിയ റാണിയാണ്. വ അപ്നെ പതി സെ നഹി ഉസ്കെ പദ് സെ പ്യാർ കർത്ത. തൻ്റെ ഭർത്താവിനെയല്ല, തനിക്ക് റാണി എന്നുള്ള പദവിയെ മാത്രമാണ് ആനന്ദദേവി സ്നേഹിച്ചിരുന്നത്. अपनी छोटी रानी होने का क्लेश और റാണി ബന്നെ കാ പ്രയത്ന സദാ ജാരി രക്തി. താൻ ചെറിയ റാണിയായി പോയതിലും റാണിയാകുന്നതിനുള്ള ആ ബുദ്ധിമുട്ട് അവർ എന്നും ആഗ്രഹിച്ചുകൊണ്ടിരുന്നു. അപ്നെ പതിക്ക് വ ഹമേശ നശേമേ രക്തി. തൻ്റെ ഭർത്താവിനെ എന്നും മദ്യലഹരിയിൽ ആക്കിക്കൊണ്ടിരുന്നു. ഉസ്കി വിലാസിത കാ ലാഭ് ഉടാക്കർ നാച്ച് ഗാൻ और മധുര ഉസേ ദാസ് ഹി ബനാ ദേത്തി. ആ വിലാസിതയുടെ ലാഭം എടുത്തുകൊണ്ട് നൃത്യത്തിൻ്റെയും പാട്ടുകളുടെയും മദ്യത്തിൻ്റെയും ഒരു ദാസനായി തീരുകയും ചെയ്തു. ഉസേ രാജമാതാസെ നഫരത്ത് ഹെ. രാജമാതാവിനോട് എന്നും വെറുപ്പായിരുന്നു. വ അപ്നെ ബേട്ട പുരഗുപ്ത് കോ രാജാ ബനാന ചാഹത്തി ഹെ. തൻ്റെ മകനായ പുരഗുപ്തനെ രാജാവാക്കാൻ ആഗ്രഹിച്ചു. അപ്നെ മഹത്വാകാംക്ഷ സെ നാടക് കെ ആരംഭ സെ അന്ത് തക് വ നിരന്തർ കുച്ച് ന കുച്ച് ഷഡയന്ത്ര രത്തി. തൻ്റെ ആഗ്രഹപൂർത്തിക്ക് വേണ്ടി നാടകത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരേക്കും നിരന്തരമായി എന്തെങ്കിലുമെല്ലാം ഗൂഢതന്ത്രങ്ങൾ രചിച്ചുകൊണ്ടേയിരുന്നു. അപ്നി इच्छा की पूर्ति के लिए वह कुछ भी करने के लिए तैयाർ रहती है. തൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തിക്ക് വേണ്ടി എന്തെങ്കിലുമെല്ലാം ചെയ്യുന്നതിന് വേണ്ടി അവർ തയ്യാറായിരിക്കുകയും ചെയ്തു. കാപാലിക് പ്രപഞ്ച ബുദ്ധി ഉസ്കാ മാർഗദർശകയ. കാപാലകനായിരുന്നു ഇവരുടെ മാർഗദർശകനായി ഉണ്ടായിരുന്നത്. വ ഹുസേ സബ് കുച്ച് കർണേ കെ ലിയെ പ്രേരിത് കർത്താ ഹെ. എല്ലാം ചെയ്യാനായി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്ന കാപാലിതനായ പ്രപഞ്ച ബുദ്ധിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബട്ടാർക്കോ അപ്നെ ബാഹുബൽ പർ പൂർണ്ണ വിശ്വാസിയെ. ബട്ടാർക്കിന് തൻ്റെ ആ കരവിരുതിൽ വളരെയധികം വിശ്വാസമായിരുന്നു. അപ്നെ ബാഹുബൽ കെ ബൽ പർ വ ശിഖരോം കോ ചൂന ചാഹത്തെ. ഏത് അറ്റം വരേക്കും പോകാൻ തൻ്റെ ആ കൈമിടുക്കുകൊണ്ട് ആഗ്രഹിച്ചിരുന്നു. അപ്നെ ഉദ്ദേശ കി പൂർത്തി കെ ലിയെ വ കുച്ച് ബി കർണേ കെ ലിയെ തയ്യാർ രഹത്ത. തൻ്റെ ഉദ്ദേശപൂർത്തിക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യാനും തയ്യാറായിരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. ധന്യവാദ്. अपने स्वभाव पर प्रकाश डालते हुए वह कहता है, मैं सज्जनता का स्वाद नहीं ले सकता, मुझे यह नहीं भाता. അദ്ദേഹം തൻ്റെ സ്വഭാവത്തെ ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ട് പറയുന്നതാണ്, ഞാൻ സത്യസന്ധതയുടെ ഒരു വേഷം കൊണ്ടുവരാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല, അതെനിക്കൊരിക്കലും ചേരുകയില്ല. മുജെ ജോ കുച്ച് ലേനാ ഹേ വ ഹുസേ മിലേഗ വൈസേ ലൂങ്ക. ഏത് എനിക്ക് നേടാനായി ആഗ്രഹിക്കുന്നുവോ വ ജയ്സേ മിലേഗ, എങ്ങനെ ലഭിക്കും അത് ഞാൻ നേടിയെടുക്കും. ഇസ്സേ സ്പഷ്ട ഹോത്താ ഹേ കി അപ്നെ കാം കി സിദ്ധി കെ ലിയെ വ കുച്ച് ബി കർണേ കെ ലിയെ തയ്യാർ ഹേ. അതിൽ നിന്നും മനസ്സിലാക്കാനായി കഴിയുന്നത് താൻ എന്ത് വിചാരിക്കുന്നു അത് നടത്തിയെടുക്കും. आनंद देवी बलाधिकृत का पद देने का वादा करके उसे अपने साथ मिल लेती. ആനന്ദ് ദേവി മഹാബലാധികൃത് എന്നുള്ള പദവി കൊടുത്തുകൊണ്ട് അങ്ങനൊരു പദവി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നോടൊപ്പം നിർത്തുന്നു. കാബാലിക്ക് കഹനെ പർ സാമ്രാട്ട് കുമാർ ഗുപ്ത് കോ വധ് കർണേ കാ ഷഡയന്ത്ര രചാ ജാത്താ ഹേ. കാബാലിക്ക് പറഞ്ഞതനുസരിച്ച് കുമാരഗുപ്തനെ വധിക്കുവാനുള്ളൊരു ഗൂഢതന്ത്രവും അവർ മെനഞ്ഞെടുക്കുന്നു.
ഭട്ടാർ കിസ്കെ ലിയെ തയ്യാർ ഹോത്ത, ഭട്ടാർക്ക് അതിന് തയ്യാറാവുകയും ചെയ്യുന്നു. സമ്രാട്ട് കെ കമരെ കെ ആസ്പാസ് അപ്നെ സാത്തിയോം കോ കടാ കർത്ത, ചക്രവർത്തിയുടെ മുറിയുടെ അവിടെ അടുത്തടുത്തായി വളരെയധികം ആൾക്കാരെ നിർത്തി. പുരഗുപ്ത और ഭട്ടാർക്ക് ബതാ ദേത്തെ ഹെ കി സാമ്രാട്ട് കി മൃത്യു ഹോ ചുക്കി ഹെ, പുരഗുപ്തനും ഭട്ടാർക്കും പറഞ്ഞു സാമ്രാട്ട് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. മഹാദണ്ഡ് നായക് പർണദത്ത് മഹാപ്രതികാരികാരി ഉസേ ദേഖ്നെ ആത്തെ ഹേ, മഹാദണ്ഡ് നായക് പർണദത്തും മഹാപ്രതികാരിയും എല്ലാം തന്നെ കാണാനായി വരുന്നു. ഉൻകോ ഭട്ടാർക്ക് ചേതാവനി ദേത്ത, ഭട്ടാർക്ക് അവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു. അപ്നെ ആപ്പർ ചുരി മാർക്കർ വേ സ്വർഗ സിദ്ധാർത്ഥേ ഹേ, എന്താ ഇങ്ങനെ ഇപ്രകാരം പറഞ്ഞു, സ്വയം വാളുകൊണ്ട് ഇതായി മരിച്ചതാണ്, അദ്ദേഹം സ്വയം മരിച്ചതാണ് എന്ന് പറയുകയും ചെയ്യുന്നു. സ്കന്ദഗുപ്ത് സബ്സെ പഹലെ മാളവ്ക്കെ ധൻ കുബേർ കി കന്യ വിജയ സെ പ്യാർ കർത്താ ഹെ, സ്കന്ദഗുപ്തൻ ആദ്യം മാളവത്തിലെ ധൻകുബാറിൻ്റെ മകളായ വിജയയെ സ്നേഹിക്കുന്നു. വിജയ ബി ഉസേ പ്യാർ കർത്തി, വിജയും സ്കന്ദഗുപ്തനെ സ്നേഹിക്കുന്നു. പഹലി മുലാഖാത്ത് में ही വിജയ के रूप लावण्यता को देखकर वह प्रेम रखने लगता है, ആദ്യത്തെ കാഴ്ചപ്പാടിൽ തന്നെ അവർ വിജയുടെ രൂപലാവണ്യം കണ്ടുകൊണ്ട് വളരെയധികം സ്നേഹിക്കാനായി തുടങ്ങുന്നു. ലേക്കിൻ വ അപ്നെ പ്യാർ കോ പ്രകട് നഹീ കർത്ത, തൻ്റെ സ്നേഹത്തെ ഒരിക്കലും പ്രകടിപ്പിക്കാനായി കഴിയുന്നില്ല. വിജയ ഉസ്സെ പ്യാർ കർത്തി, വിജയ അവരെ സ്നേഹിക്കുന്നു. ലേക്കിൻ ജബ് ഉസേ മാലൂം ഹോത്താ ഹെ കി വ രാജ്യ കാ ഉത്തരാധികാരി ബന്നാ നഹീ ചാഹത്താ ഹെ തബ് വ അപ്ന വിചാർ ബദൽ ലേത്തി ഹെ, ആ രാജ്യത്തിൻ്റെ അധികാരിയാക്കാൻ ആഗ്രഹിക്കില്ല എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവൾ അവളുടെ ആ ചിന്ത മാറ്റുന്നു. ചക്രബാലിത് സെ ആകൃഷ്ട होती, ചക്രബാലിതുമായി അവൾ ആകൃഷ്ടനാകുന്നു. അന്തമേ സ്കന്ദഗുപ്ത് കെ വിരുദ്ധ രഹനെ കെ ലിയെ വ ഭട്ടാർക്ക് സെ ഷാദി കർ ലേത്തെ, അവസാനം സ്കന്ദഗുപ്തനെതിരായി നിന്നുകൊണ്ട് ഭട്ടാർക്കിനെ വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. മാളവദേശ് കി രാജകുമാരി ദേവസേന ഉസ്സേ പ്യാർ കർത്തി ഹെ, മാളവദേശത്തിലെ രാജകുമാരി ദേവസേന അദ്ദേഹത്തെ സ്നേഹിക്കുന്നു. ദോനോം കെ മന്മേ സ്കന്ദഗുപ്ത് കെ പ്രതി പ്യാർ രഹത്തി, വളരെയധികം ഇഷ്ടപ്പെടുന്നു. വിജയ ഭട്ടാർക്കോ അപ്ന പതി ബനാലേത്തി, വിജയ ഭട്ടാർക്കിനെ തൻ്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. സ്കന്ദഗുപ്ത് ദേവസേനക്കോ അപ്നി പത്നി കെ രൂപമേ പാനാ ചാഹത്താ ഹെ, സ്കന്ദഗുപ്തൻ ദേവസേനയെ തൻ്റെ ഭാര്യയുടെ രൂപത്തിൽ നേടിയെടുക്കാനായി ആഗ്രഹിക്കുന്നു. ലേക്കിൻ ദേവസേനക്കോ മാലൂം ഹോ ജാത്താ ഹെ സ്കന്ദഗുപ്ത് വിജയ സെ പ്യാർ കർ രഹാ ഥാ, എങ്കിൽ പിന്നീട് ദേവസേനയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു സ്കന്ദഗുപ്തൻ വിജയയെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇസ്ലിയെ വ ഉസ്കെ പ്യാർ കോ സ്വീകാർ നഹീ കർത്തി, അതിനാൽ അവൾ അവൻ്റെ സ്നേഹം സ്വീകരിച്ചില്ല. ഉസ്സേ സ്കന്ദഗുപ്ത ആജീവൻ അവിവാഹിത രഹനെ കാ വ്രത് ലേത്താ ഹെ, ജീവിതകാലം മുഴുവൻ അവിവാഹിതനായി കഴിയാനായി വ്രതമെടുക്കുകയും ചെയ്യുന്നു. ശർവനാഗ് ന്യായക്കെ പക്ഷന ചാഹത്താ ഹെ, ശർവനാഗ് ന്യായത്തിൻ്റെ പക്ഷത്ത് ജീവിക്കാൻ ആഗ്രഹിച്ചു. ഭട്ടാർക്ക് ഉസെ അപ്നെ സാത്ത് ദേനേക്ക പ്രലോഭൻ ദേത്ത, ഭട്ടാർക്ക് തൻ്റെ കൂടെ നിൽക്കാനായി പ്രേരിപ്പിക്കുന്നു. വ കഹത്താ ഹെ കി ഇസിമേ ശർവനാക്കോ ലാഭ് ഹെ, ഇതുകൊണ്ട് നിങ്ങൾക്കാണ് ലാഭം. ശർവനാഗ് കഹ ദേത്തെ ഹെ കി ഉസെ കുമാർഗ് പർ മിൽനെ വാല ലാഭ് നഹീ ചാഹിയെ, ശർവനാഗ് അതിന് ഉത്തരമായി പറയുന്നു ചീത്തയായ വഴിയിലൂടെ ലഭിക്കുന്ന ലാഭം എനിക്ക് വേണ്ടെന്നുള്ള ഉത്തരവും കൊടുക്കുന്നു. യഹാം യഹി നഹി ഭട്ടാർ ജബ് ദേവകി के वध की बात कहता है तब ശർവനാഗ് ഗുസ്സ കർത്താ ഹെ, അതുമാത്രമല്ല ഭട്ടാർ ദേവകിയെ വധിക്കണം എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴും ശർവനാഗിന് ദേഷ്യം വന്നു പോയിരുന്നു. കഹത്താ ഹെ കി ഏക് അബല കി ഹത്യ കർനെ മേ വ കബി തയ്യാർ നഹി, ഒരു സ്ത്രീയെ വധിക്കുന്നതിന് ഒരിക്കലും തയ്യാറല്ല എന്ന് ശർവനാഗ് പറയുകയും ചെയ്യുന്നു. ലേക്കിൻ ശർവനാഗ് ഭട്ടാർക്ക് കി കുസംഗതി മേ ഗിർത്താ ഹെ, എങ്കിലും ശർവനാഗ് എങ്ങനെയോ അറിയാതെ ആ ഭട്ടാർക്കിൻ്റെ ചീത്ത കൂട്ടുകെട്ടിൽ ചെന്നപ്പെടുന്നു. ഭട്ടാർക്ക് ഉസേ മധുര പിലാത്താ ഹെ, മദ്യം കുടിപ്പിക്കുന്നു. മധുരാക്കി നശാമേ വ ബഹുത് ബദൽ ജാത്താ ഹെ, ആ മദ്യത്തിൻ്റെ ലഹരിയിലായ അദ്ദേഹം വളരെയധികം മാറിപ്പോകുന്നു. ശർവനാഗ് ദുനിയ ബർമേ സിർഫ് അപ്നി പത്നി സേ ഡർത്താ ഹെ, ശർവനാഗ് ഈ ലോകം മുഴുവനും മുഴുവൻ കേവലം തൻ്റെ ഭാര്യയെ മാത്രം പേടിച്ചു. നശേമേ ജബ് വ ദേവകി കെ ഹത്യ करने जाता तब उसकी പത്നി രാമ ഉസേ രോക്തി ഹെ, മദ്യലഹരിയിൽ വന്നുകൊണ്ട് ദേവകിയെ വധിക്കാനായി തുടങ്ങുമ്പോഴേക്കും ഭാര്യയായ രാമ വന്ന് അത് തടുക്കുന്നു. ലേക്കിൻ വ ഉസ്കി ഹത്യ കർണെ തക് തയ്യാർ ഹോ ജാത്ത, എങ്ങനെയെങ്കിലും വധിക്കാനായി തയ്യാറാകുന്നു. ശർവനാഗ് ദേവകിക്ക് ഹത്യ നഹീ കർ പാത്ത സ്കന്ദഗുപ്ത് അപ്നി മാതാ കി രക്ഷ കർത്ത, ശർവനാഗിന് ദേവകിയെ വധിക്കാൻ കഴിഞ്ഞില്ല. സ്കന്ദഗുപ്ത് തൻ്റെ അമ്മയെ രക്ഷിക്കുന്നു. നശ ഉദാർത്തെ പർ ശർവനാഗ് അപ്നി യെ ബഹുത് പറ്റാത്ത ഹെ, ആ മദ്യലഹരി പോയ സമയത്ത് ശർവനാഗ് താൻ ചെയ്ത പ്രവൃത്തിയിൽ വളരെയധികം പശ്ചാത്തപിക്കുന്നു. വഹ് സ്കന്ദഗുപ്ത് സെ മൃത്യുദണ്ഡ് ദേനേക്ക് യാചന കർത്താ ഹെ, എനിക്ക് മരണശിക്ഷ തരൂ എന്ന് സ്കന്ദഗുപ്തനോട് ശർവനാഗ് ആവശ്യപ്പെടുന്നു. ലേക്കിൻ സ്കന്ദഗുപ്ത് ഉസേ മാഫ് കർനെ കെ സാത്ത് ഉസേ അന്തർദേവ് കാ വിഷയപതി ബനാത്താ ഹെ,
എങ്കിലും സ്കന്ദഗുപ്തൻ മാപ്പ് കൊടുത്തതോടൊപ്പം തന്നെ അന്തർദേവിലെ ഗവർണറായി അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. വ അപ്നെ ജീവൻ കെ അന്തിം ക്ഷൺ തക് ദേശ് കെ സേവ ലഗാ രഹതാ ഹെ. ജീവിതത്തിൻ്റെ അവസാന കാലം വരേക്കും ദേശത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഇരിക്കുകയും ചെയ്യുന്നു. അപ്നി മാതാ ദേവകി കെ कहने पर वह അനന്തദേവി और പുരഗുപ്ത് को भी क्षमा कर देता है. തൻ്റെ അമ്മയായ ദേവകി പറഞ്ഞതനുസരിച്ച് അനന്തദേവിയെയും പുരഗുപ്തനെയും ക്ഷമിക്കുക, രണ്ടുപേരോടും ക്ഷമ കാണിക്കുന്നു. ഉൻകോ കുസുംപുർ മേ രഹ്നേക്ക് ആജ്ഞാദേത്ത. കുസുംപുറിൽ താമസിക്കുവാൻ ആജ്ഞാപിക്കുന്നു. ഇത്തിനേമേ രാജ്യമേ ഹൂണോം കാ ആക്രമൺ ഹോത്താ ഹേ. ഹൂണന്മാരുടെ ആക്രമണം അവിടെ ഉണ്ടാകുന്നു. ഭട്ടാർക്ക് ഹൂണോം കാ സാഥ് ദേത്ത. ഭട്ടാർക്ക് ഹൂണന്മാരോടൊപ്പം നിൽക്കുന്നു. കുംഭ നദി കെ പാസ് സേന കോ ടഹർവാത്താ ഹേ. കുംഭ നദിയുടെ തീരത്താണ് സൈന്യത്തെ നിർത്തിയിരുന്നത്. ഹൂണോം കോ പര്യാപ്ത് അവകാശ് ദേനെ കാ ബാദ് കുംഭ നദി കെ ബാന്ദ് തോട് ദേത്താ ഹേ. ഹൂണന്മാർക്ക് ആവശ്യമുള്ള സമയം കൊടുത്തതിന് ശേഷം ആ നദിയുടെ തടയണയെ പൊട്ടിക്കുന്നു. ഇത്തിനേമേ സ്കന്ദഗുപ്ത സൈനികവും സഹിത് ജാത്താ ഹേ. ഇതിനിടയിൽ സ്കന്ദഗുപ്തനും സൈനികന്മാരും അവിടെ ഒഴുകിപ്പോകുന്നു. മഹാദേവി ദേവകി കബർ സേ മർ ജാത്തി. ഈ വാർത്ത അറിഞ്ഞ് ആ ദേവകി മരിച്ചു പോകുന്നു. സ്കന്ദഗുപ്ത കിസി പ്രകാർ ബജ്ജാത്താ ഹേ. സ്കന്ദഗുപ്തൻ ഏതോ രീതിയിൽ രക്ഷപ്പെട്ടു പോകുന്നു. അവർ ഭട്ടാർക്കി മാതാ കമലാക്കി കുടി തക് പഹുൻതാ ഹേ. ഭട്ടാർക്കിൻ്റെ അമ്മയായ കമലയുടെ കുടിലിൽ ചെന്നപ്പെടുകയും ചെയ്യുന്നു. കമല അപ്നെ പുത്രിക്കെ വ്യവഹാർ സെ ബഹുത് ചിന്തിത് ഹേ. തൻ്റെ മകൻ ചെയ്ത പ്രവൃത്തിയിൽ വളരെയധികം വിഷമിച്ചു. ഉസ്കെ കാര്യം സെ ഉൻകാ മാതൃഹൃദയ ബഹുത് ഹി ദുഃഖി ഹോത്ത. അവൻ്റെ കാര്യങ്ങൾ ആലോചിച്ചാൽ തന്നെ ആ അമ്മയുടെ മനസ്സ് വളരെയധികം ദുഃഖിക്കുമായിരുന്നു. വ ഉസേ സഹ് നഹി പാത്തി. സഹിക്കാൻ കഴിഞ്ഞില്ല. വ ഉസ്സേ कहती है तू राजकुल की शांति का प्रलय मेघ बन गया और तू साम्राज्य के कुचकियों से एक है. അവരോട് പറയുമായിരുന്നു, സ്കന്ദഗുപ്തനോട് ഇപ്രകാരം പറഞ്ഞു, രാജകുലത്തിലെ ശാന്തിയിൽ നിന്നും പ്രളയത്തിൻ്റെ മേഘമാണ് നീ കൊണ്ടുവന്നത്. നീ സാമ്രാജ്യത്തിൽ വേണ്ടി എല്ലാം തന്നെ ചെയ്തിരിക്കുന്നു. നീച്ച് കൃതജ്ഞ. കമൽ കെ രക്ത് കെ നീചത കൃതജ്ഞത നഹി ഹേ. അതൊരു കൃതജ്ഞത മാത്രം ആയിരുന്നില്ല. ഗോവിന്ദഗുപ്ത സെ ഭട്ടാർക്ക കൈദ് ഹോ ജാനെ പർ വ ഖുഷി വ്യക്ത് കർത്തി ഹെ. ഗോവിന്ദഗുപ്തൻ ഭട്ടാർക്കിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കുന്നു. വ കർത്തി ഹെ അച്ഛാ ഹുവ മേം തോ സ്വയം ഹി യഹി വിചാർ കർത്തി. ഞാൻ ഇതാണ് ചിന്തിച്ചിരുന്നത്. സ്കന്ദഗുപ്ത നിരുത്സാഹിത് തഥാ ഹതാശാ ഹോത്ത. സ്കന്ദഗുപ്തൻ വളരെയധികം ഉത്സാഹമില്ലാത്തവനായിരുന്നു. തബ് കമല ഹി ഉസ്കാ ഹോസല ബഡാത്തി ഹെ. കമല അവരെക്കുറിച്ച് ചിന്തിച്ചു പോയി. ഉസ്സേ കർത്തി ഹെ കോൻ കർത്താ ഹെ തും അഖേല ഹോ. നീ ഒറ്റയ്ക്കാണെന്ന് ആരാണെന്ന് പറഞ്ഞത്. സമഗ്ര സംസാർ തുമാരെ സാഥ് ഹേ. ഈ ലോകം മുഴുവൻ നിന്നോടൊപ്പമുണ്ട്. സ്വാനുഭൂതി ജാഗ്രത കരോ. സ്വന്തം അനുഭൂതിയെ നീ ഉണർത്തു. ഉഡോ സ്കന്ദഗുപ്ത നീ എഴുന്നേൽക്കൂ. ആസുരി വൃത്തിയും ക നാശ് കരോ. ആസുരീയമായ പ്രവൃത്തികളെ ഇല്ലാതാക്കൂ. സേനാവാലും കോ ജഗാവോ ഓർ രോനേവാലും കോ ഹസാവോ. സൈന്യത്തെ ഉണർത്തു, കരയുന്നവരെ ചിരിപ്പിക്കൂ. ഉസിക്കെ കരൺ സ്കന്ദഗുപ്തക്കെ മന്മേ ആശാ ഭർത്തി. അതിനുശേഷമാണ് സ്കന്ദഗുപ്തൻ്റെ മനസ്സിൽ ഒരു സന്തോഷം തന്നെ കാണാനായി കഴിഞ്ഞത്. ഭട്ടാർക്ക് കൈദ് ഹോനെ പർ സ്കന്ദഗുപ്ത ഉസേ ദണ്ഡ് ന ദേക്കർ മാഫ് കർ ദേത്താ ഹേ. ഭട്ടാർക്കിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് സ്കന്ദഗുപ്ത അവന് ശിക്ഷ കൊടുക്കാതെ പകരം മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. इससे स्कंदगुप्त के प्रति उसके मन में ആദർ की ഭാവന സ്ഥാൻ പാത്തി ഹേ. ആദരവിൻ്റെ ഭാവനയാണ് കാണാനായി കഴിയുന്നത്. ഉസ്കെ മന്മേ അപ്നെ കിയേ ഹുയേ പശ്ചാത്താപ് की ഭാവന സ്ഥാൻ പാത്തി. പശ്ചാത്താപത്തിൻ്റെ ഭാവന കാണാനായി കഴിയുന്നു. വ സ്കന്ദഗുപ്ത സെ മാഫി മാംഗ്നെ ആത്താ ഹേ. സ്കന്ദഗുപ്തനോട് മാപ്പ് ചോദിക്കാനായി വരുന്നു. തബി ഉസ്കി പത്നി വിജയ ഉസേ പിശാജി कहती है. उसे सुनकर ഭട്ടാർക്ക് ഉസേ ദുശ്ചരിത്ര कहती है. ആ സമയത്ത് പത്നിയായ വിജയ പിശാജി എന്ന് പറയുകയും ഇത് കേട്ട് ഭട്ടാർക്ക് ചരിത്ര कहता ചീത്ത സ്വഭാവമുള്ളവളെന്നും പറയപ്പെടുന്നു. വ ആത്മഹത്യ करती है. ആത്മഹത്യ ചെയ്യുന്നു. ഉസേ ഗാഡ്നെ के लिए जब खोदने लगता तब उसे രത്നഗ്രഹം മിൽത്താ ഹേ. അത് കുഴിച്ചിടുന്നതിന് വേണ്ടി കുഴിച്ച സമയത്ത് അവിടെ നിന്നും ഒരു രത്നത്തിൻ്റെ ഗൃഹം തന്നെ ഒരു ഇത് ലഭിക്കുന്നു. ഭട്ടാർക്ക് ഉസേ സ്കന്ദഗുപ്ത കോ സോംത അന്ത് മേ ദേശ് കെ ലിയെ ലഡ്നെ കോ തയ്യാറെത്താ. ഭട്ടാർക്ക് അത് സ്കന്ദഗുപ്തൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും അവസാനം ദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാവുകയും ചെയ്തു. ഹൂണോം കെ വിരുദ്ധ ഏക് ബാർ ഫിർ
സേ ലഡായി ഹോത്തി. ഹൂണന്മാരെ എതിരായിക്കൊണ്ട് ഒരിക്കൽ കൂടി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. സ്കന്ദഗുപ്ത ഹൂണോം കെ സേനാപതി കോ കൈദ് കർത്ത. സ്കന്ദഗുപ്തൻ ഹൂണന്മാരുടെ സേനാപതിയെ അറസ്റ്റ് ചെയ്തു. സിന്ധു നദി കെ ഈസ് പാർ നഹി ആനെ കി വാദ കർണേ പർ ഉസേ ചോദ് ദേത്ത. സിന്ധു നദി കടന്ന് ഇപ്പുറത്തേക്ക് വരരുത് എന്നുള്ള ആ വാക്കുകൊണ്ട് അത് വെറുതെ വിട്ടു. വ ദേവസേന സേ പ്രാർത്ഥന കർത്ത ആജീവൻ ഏക് ദൂസരെ കോ ദേക്കർ ജീവൻ ബിതാത്തെ ഹി. ദേവസേനയോട് അപേക്ഷിക്കുകയാണ്, ജീവിതകാലം മുഴുവൻ ഒരാൾ മറ്റൊരാൾ നോക്കിക്കൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടാം. ലേക്കിൻ ദേവസേന ഈ ജന്മേ ഉൻകെ പത്നി ബന്നെ കെ യാ ഉസ്കെ സാത്ത് ജീനെ കെ ഇൻകാർ കർ ദേത്തി. പക്ഷേ ദേവസേന ഈ ജന്മം മുഴുവൻ അവൻ്റെ ഭാര്യയാവാനോ അതല്ലെങ്കിൽ അവരോട് ജീവിക്കുവാനോ ഉള്ള കാര്യത്തിൽ നിരസിക്കുക മാത്രമാണ് ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്. ധന്യവാദ്.